guys, welcome back to our YouTube channel. This is Karumanikku. Guys, നമ്മൾ ഇന്ന് ജോൺസ് കുന്നുമലയിലുള്ള ഗുഹ കാണാൻ പോവാണ്. Guys, ഞങ്ങൾ അങ്ങനെ ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാൻസിൻ്റെ, ഞാനും കണ്ണനും മാളും ഉള്ളത്. അപ്പം അത് ഇവിടെ നിന്നാണ് എടുത്തത്. കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറാണ്, എവിടെ സ്ഥലം എന്നൊക്കെ. അപ്പം ഇതാണ് ഗൈസ് ആ സ്ഥലം. ഗൈസ്, നമ്മൾ കുറച്ച് നടന്നാലേ അവിടെ എത്തുള്ളൂ. അപ്പം മലേൻ്റെ ടോപ്പിലെത്തിയ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കാണാം. എല്ലാവരും നമ്മുടെ ഫ്രണ്ടിൽ നടക്കുവാണ്, നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? നടക്കാൻ മടിയായതുകൊണ്ട്. Guys, how is my new class? മാമൻ്റെ ക്ലാസ് അടിച്ചു മാറ്റി ഗൈസ്. 3000 വർത്ത് ആണ് ഗൈസ്. അത്രയും പൈസൻ്റെ ക്ലാസ് മാമൻ ഞങ്ങൾക്ക് വിശ്വാസപൂർവ്വം തന്നി. കുറച്ച് നേരം അവൾ വെക്കും. നമ്മളൊരു ടൈം കരാറിലാണ്. കുറച്ച് നേരം അവൾ വെക്കും, 4 അടി നടന്നു കഴിയുമ്പോൾ അവൾ എനിക്ക് തരും. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഇതിപ്പോൾ അവളുടെ സമയമായതുകൊണ്ട് ഞാൻ ഊരി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ കൊടുക്കും. യെസ് ഗൈസ്, ഇനി ഇതെൻ്റെ സമയം. ഗൈസ്, ഇവിടെ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നേ. ഇത്രയും കാലം വീടിൻ്റെ അടുത്ത് ഈ സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഗൈസ് ഇത് കണ്ടു, ഇവിടെ നല്ല ഉൾക്കാടാണ്. ചിലപ്പം CCTV ക്യാമറയൊക്കെ ഉണ്ടാകും. ഗൈസ് ഇപ്പോൾ ഒരു അറിയിപ്പ് ഇട്ടിരിക്കുന്നു, വട്ടയുണ്ട് വഴിക്ക്. കടന്നൽക്കൂട്. ഗൈസ് മേലേക്ക് വെച്ചപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ട്, ഒടുക്കത്തെ വെയിലായി. നല്ല വെയിലാണ്. സൺസ്ക്രീൻ ഒന്നുമില്ല. ഞങ്ങൾ നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കുന്നുണ്ട്. ഒന്നും തേക്കാൻ സമയം കിട്ടിയില്ല, ബട്ട് വെയിലുണ്ട്. ഗൈസ്, നമ്മൾ പോകുന്ന ഇപ്പോഴത്തെ വെയിൽ ഇത് കുറച്ച് എളുപ്പമാണ്. കാരണം വലിയ കാര്യമായിട്ട് മരമോ ഒന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നില്ല. പക്ഷെ നിറച്ചു അട്ടയുണ്ട്, അതൊരു കാര്യം ഉറപ്പാണ്. നിറച്ചു അട്ടയുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത വട്ടം എന്തെങ്കിലും കടിക്കും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. ഗൈസ് കാണുന്നുണ്ട്, ഇങ്ങോട്ട് ഇതിൻ്റെ താഴോട്ട് നല്ല കുഴിയായിരുന്നു, കൊക്ക പോലെയായിരുന്നു ഉരുള് പൊട്ടിയിട്ട്. ഇപ്പം അത് കുറഞ്ഞതാണെന്നാണ് മാമൻ പറയുന്നത്. ഞങ്ങൾക്ക് വലിയ കണ്ട എക്സ്പീരിയൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന സ്ഥലമില്ലേ, ഇവിടെ നിന്നാണ് 2018 വലിയ പ്രളയമില്ലേ, ആ സമയത്ത് ഉരുളുപൊട്ടി വന്നത്. അപ്പോൾ താഴേക്ക് പോയപ്പോൾ താഴെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് പോയ സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ കാട് കഴിയാൻ പോവാണ്. ഇപ്പം എവിടെ എത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മൾ കാട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തേയിലേൻ്റെ സ്ഥലം, തേയിലേൻ്റെ ടോപ്പ് പോലെ ഉണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇപ്പൊ ഫുള്ള് തേയില ആയിട്ടുണ്ട് കേട്ടോ. കൊറേ തേയിലുണ്ട്. നല്ല തേയില. അട്ടനെ കിട്ടി. കണ്ണിന്റെ കാലിലാണ് ഗൈസ് അട്ട. നമുക്ക് നോക്കാം. അട്ടനെ കണ്ടു പോയോ ഗൈസ്? അട്ട പോയി. എന്റെ എല്ലാവരുടെയും കാൽ ചെക്ക് ചെയ്യുവാണ്. ഇല്ല, അട്ടയില്ല ഗൈസ്. അങ്ങനെ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷെ വെയിൽ ഒരു രക്ഷയില്ല, നല്ല വെയിലാണ്. വെയിൽ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കുമ്പോൾ മുടി ഏതാ ഫേസ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് തമ്പിരാനറിയാം. നമുക്ക് നോക്കാം. മാമ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാറുണ്ട്. നമ്മൾ നല്ലോണം ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് നമ്മൾ തണലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ താഴെ ഇറക്കത്തിൽ ഒരു ചതുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞുകൂടാ. അവർ ഫ്രണ്ടിൽ പോയി, ഞാൻ ഓട്ടോടെ പോട്ടെ. നമ്മൾ പറഞ്ഞ വലിയ മരമാണിത്. അവിടെയാണ് ആദ്യത്തെ ഗുഹ വരുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അതിനകത്തേക്ക് ഇറങ്ങാനോ ചാടാനോ ഒന്നും പാടില്ല, ശ്രദ്ധിക്കണം. മഴയൊക്കെ പെയ്തുകൊണ്ട് വഴുക്കലുള്ള ഉള്ളിൽ എന്തെങ്കിലും ജീവികളുണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കമോ ഗൈസ്, നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കുറെ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. രണ്ട് തിരിഞ്ഞു പോന്നു. ആദ്യം ചെറുത്. നമ്മളങ്ങനെ ആദ്യം ചെറുതിലേക്ക് പോകാൻ തീരുമാനിച്ച് വലുത് വിട്ട് ചെറുതി പിടിക്കാം.
ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ വലിയ ഗുഹ. വലുതല്ല, ചെറുതാണ് സംഭവം. എല്ലാവരും എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. പോയി നോക്കാം ഗൈസ്. കുഴിയാൻ തോന്നുന്നു. ഓ മൈ ഗോഡ്. ഈ കാണുന്നതാണ് നമ്മുടെ ഗുഹ. കാട് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് കാണാത്തത് അധികം. ഉള്ളിലേക്കൊക്കെ മൃഗങ്ങളൊക്കെ കയറി ഇറങ്ങുന്നതിൻ്റെയൊക്കെ പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അടിപൊളി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ഗുഹയിലേക്ക് പോവാം. ഇവിടെ ഏകദേശം 9 ഗുഹയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആ 9 ഗുഹയും കാണാം. ഇവിടെ നമ്മൾ വേറൊരു സാധനം കണ്ടു. ഈ തേയിലൊക്കെ പറിച്ചിട്ട് തൂക്കാൻ യൂസ് ചെയ്തൊരു മരം. അത് കാണിച്ചു തരാം. യെസ്, നമുക്ക് തൂങ്ങാം ഗൈസ്. 1 2 3 ഇല്ല ഗൈസ്, അമ്മ തൂങ്ങുന്നു. അവക്ക് പ്രാന്ത ഗൈസ്. ചാട്. അത് പൊടിഞ്ഞു വീഴും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് തല്ലും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ടായിരുന്നു അമ്മ തൂങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ചുമന്നു പോയി ഗൈസ്. നമ്മൾ കുറച്ച് കെയർ ചെയ്ത് മീൻസ് കെയർ ആയിട്ടാണ് പോകാൻ, അല്ലെങ്കിൽ കുഴി എവിടെയാന്ന് കാണാൻ. ഇപ്പൊ കിട്ടിയ അറിവ് താഴെ കണ്ടത് ഗുഹയല്ല എന്നാണ് മാമൻ പറയുന്നത്. അല്ല, താഴെ കണ്ടത് ഗുഹയാണ്. ഇവിടെ വേറൊരു കുഴി പോലെ എന്തോ ഉണ്ട്. നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. മാമ പോയിട്ടുണ്ട് ഗൈസ്. ആ ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗുഹ. നമുക്ക് നോക്കാം. കുറച്ച് അലമ്പാണ്, ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ രസമാണ് കാണാൻ. അമ്മേ, തേയില കാരണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഗൈസ്. അമ്മുവിന്റെ പുതിയ ഡൗട്ടാണ് ഗൈസ്, ഗുഹയൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന്. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ഗുഹ? നമ്മുടെ ഈ ഗുഹ കുറച്ച് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് നല്ല ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ പോയ എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ ഇവിടെ ഇടിഞ്ഞതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. ആ ഗൈസ്, നമുക്ക് വേറൊരു ഐഡിയ. മാമൻ താഴെ ഇറങ്ങിയിട്ട് ഉള്ളിലോട്ടുള്ള ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോഴും മറ്റേ മൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. മാമൻ ഇറങ്ങാൻ പോവാണ്, എന്താവും അറിയില്ല. വീഡിയോയിൽ ഇതിന്റെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ അത്യാവശ്യം കുഴി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വലുതാണ്. ഓക്കെ, ഞാൻ ഫോൺ നമ്മളങ്ങനെ ഇപ്പം 2 എണ്ണം കണ്ടു കഴിഞ്ഞു. ആദ്യം കണ്ടതിനേക്കാൾ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു എന്ന് തോന്നി. അപ്പം ഞങ്ങൾ വേഗം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അല്ലേ. അവിടെ വെച്ച് എൻ്റെ ആ ഗുഹയിൽ വെച്ച് എൻ്റെ വടി മിസ്സായിട്ട്, പിന്നെ ആ മാത്രം വടിയാണ് എടുക്കാൻ. ഇവരുടെ കയ്യിലൊക്കെ വടിയില്ല, എൻ്റെ കയ്യിൽ മാത്രം വടി. ഗൈസ്, വേട്ടക്കാരൻ കളവറൊക്കെ വെറുതെ പറഞ്ഞേട്ടാ, നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളിവിടെ വേണ്ടിയിട്ട് ഭയങ്കര നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ ആണ് കാണിച്ചത്. ഇത് മറ്റേ ഗുഹനൊക്കെ കാണാനും അടിപൊളിയാണ്, നല്ല ഇതുണ്ട്. മോനെ നല്ല സീൻ കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ആഴമുള്ള ഗുഹയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത്. നമുക്ക് എന്നാ ഉള്ളിലേക്ക് പോവാ. കാട്ട് ചേന അങ്ങനെ എന്താണ് അമ്മ പറയുന്നത് കേട്ട് അറിയത്തില്ല. ഇറങ്ങണോ? ഇറങ്ങട്ടെ. വേണ്ട വേണ്ട, ഒരുമിച്ച് പോവാണെങ്കിൽ ആരും ഒരാൾ ഇഷ്ടപ്പെടുന്നു. കണ്ണനെ എനിക്ക് ഇഷ്ടപ്പെടും അല്ലേ? കണ്ണ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ല, കുറച്ച് നിന്നെ ഇഷ്ടപ്പെട്ടു, ബാക്കി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. വേണ്ട വേണ്ട, അല്ല കുറച്ച് നിന്നെ ഇഷ്ടപ്പെട്ടോട്ടെ. ഇന്നെ വേണ്ടതൊരു നല്ല ഇരുട്ടാണ്. എൻ്റെ മോനെ അടിപൊളി. പോവാം. എൻ്റെ അമ്മേ, എൻ്റെ ഉള്ളിലേക്ക് എന്തേലും ഉണ്ടോന്നും അറിയത്തില്ല. അവര് തിരിച്ചേറി പോവാണ് പേടിച്ചിട്ട്. അതിന് മാമൻ പോയി, ഞാൻ പോവാണ്. എനിക്കറിയില്ല.
എന്താ വേണ്ടേ? ഇല്ല വാ. ഓക്കെ. അങ്ങോട്ടേക്കൊരു ഒരു വേ തന്നെയുണ്ട്, ഒരു പാത്ത് വേ പോലെ. നല്ല ഒരു മനുഷ്യന് പോകാൻ പറ്റില്ല, ഈ രീതിയിലൊക്കെ ഉണ്ട്. കുനിഞ്ഞ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പോയി നോക്കാം. ഈശോയെ, ആ ഉണ്ട്. എന്താ മാമ തിരിച്ചു പോയാലോ? പേടിയാവുന്നുണ്ട്. ഞാനില്ലേ എന്ത് കോപ്പ്, നല്ല പേടിയുണ്ട്. അമ്മ അങ്ങനെ പുറത്തോട്ട് പോവാണ്. എൻ്റെ മോനെ, എൻ്റെ അമ്മോ, ഇതാ ഇവിടുന്ന്, എൻ്റെ അമ്മ ഇവിടുന്ന് വലിയൊരു താഴ്ചയാട്ടോ. കാണുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഉള്ളിലോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് എൻ്റെ അമ്മേ, ഇത് കണ്ടോ, ഫുള്ള് ഒളിച്ചിരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ കണ്ടത്. കഷ്ടപ്പെട്ട് എങ്ങനെയാ ഇവിടെ എത്തിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതിൻ്റെ ഉള്ളിലിരുന്നു ഗ്രീൻ നെറ്റ് ഒന്നും ഉണ്ടായിരുന്നു, ആരോ കൊണ്ടിട്ട്. അത് കണ്ടപ്പോൾ കരിമ്പുലി ഒന്ന് പിടിച്ചു പോയി. വാലുപോലെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ തിരിച്ചു പോകണം. ഈ കിടക്കുന്ന ഗ്രീൻ നെറ്റ് കണ്ടിട്ടാണ് ഞാൻ കരിമ്പുലിയാണ് പേടിച്ചത്. ഇതൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ ഒരു എന്താ പറയുക, ഇത് വേറെ ലെവലാണ് സംഭവം. മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു, വെഴുക്കലൊക്കെ ഉണ്ട്. ഇനി ചെറിയ വെയിൽ കൂടെ വേണം പുറത്തു പോവാൻ. എൻ്റെ വയസ്സ് ഇവിടുന്ന് അങ്ങനെ വീണ പൊടി പോലും കിട്ടത്തില്ല. എത്തി ഗൈസ്, നമ്മൾ മറ്റേ സ്ഥലത്ത് തന്നെ എത്തി. എൻ്റെ അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ദൈവമേ, ഇത് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് വലിയൊരു പാസേജാണ്. ഇതേ ഒരു ഏകദേശം ഒരു 10-20 മീറ്ററോളം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകാനുണ്ട്. ഉള്ളിൽ നിന്ന് അത്രയും പോയിട്ടാണ് മറ്റേ ഡെസ്റ്റിനേഷൻ എത്തിയത്. മീൻസ് മറ്റേ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് മേലോട്ട് കാണാൻ പറ്റി. നമുക്ക് ഇനിയും പോകാനുണ്ട്. 9 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വെറും കവർ ചെയ്തത് 3 എണ്ണമാണ്. ഇനിയും ഉണ്ട്. നമുക്ക് നോക്കാം. അടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിച്ച് പിന്നെ അടിപൊളിയായിരുന്നില്ലേ? നമ്മൾ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതും ഗുഹ പോലെ തന്നെയാണ്. ഉമ്മേ, എൻ്റെ മോനെ, ഈ അമ്മൂൻ്റെ കുറെ വൃത്തികെട്ട ഡൗട്ട്സ് ഉണ്ട് ഗൈസ്. അപ്പം ഇതെന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെയാണ് പാമ്പ്, അതിനെ വലിയ പാമ്പായിരുന്നു എന്നൊക്കെയാണ്. വലിയ പാമ്പിനെ കൊന്നിട്ട് ഇട്ട സ്ഥലമാണ് ഇതൊക്കെ. അങ്ങനെ എന്നിട്ട് ഇട്ടിട്ട് ഗുഹ മൂടി വെച്ചു. ഇത് വലിയ ഗുഹയായിരുന്നു. ഭയങ്കര വെയിലായിട്ട് അവിടെ തണുക്കുന്ന ആക്ഷനാണ് ഇടുന്നത്. 4ാമത്തെ സ്ഥലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം തേയിലത്തോപ്പ് ആയതുകൊണ്ട് എല്ലായിടും ഏകദേശം ഒരുപോലെ ഉണ്ട്. നമ്മളിവിടുന്ന് താഴോട്ട് പോയി നോക്കണം. എന്തായാലും ഈ ഗുഹയും മറ്റേതുപോലെ അടിപൊളിയായിരിക്കും തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പറഞ്ഞു കേട്ട് കാണുമല്ലോ. കുറെ കാൽപ്പാടൊക്കെ ഉണ്ട്. മറ്റേ ഇവിടെ കാട്ടുപോത്തൊക്കെ വരാറുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ വ്യൂ കണ്ടോ, എന്നെ അടിപൊളിയാണ്. നീലാകാശവും വെള്ളമേഘവും കുറേ തേയിലത്തോപ്പും, പിന്നെ 7, 8, 9 അങ്ങാണ്ട് ഇത് ഗുഹകൾ. പക്ഷെ ഇവിടെ എന്താ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും ആരും വരാറില്ല. പേടിയാണ്, ഇവിടുത്തെ പുലീനെയൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട്. പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വന്നു. എൻ്റെ മോൻ എന്നാ രസാ നോക്കിയേ. ഓ, ഗുഹ കാണുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ നോക്കാണ്. ഗായ്സ്, ഇതാണ് നമ്മുടെ ഗുഹ.
ഉള്ളിലേക്ക് നൈസായിട്ട് കയറി നോക്കാം. അമ്മുവാ മാമ വരുന്നേ. കുഞ്ഞിന് കയറണം, നല്ല ഹൈറ്റ് കുറവാണ്. അമ്മു പേടിച്ചിട്ട് അമ്മ ഇറങ്ങിപ്പോയി. എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നേ ഇവിടെ നമ്മളങ്ങനെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം പോലെ എന്തൊക്കെയോ ഉണ്ട്. അമ്മേ വന്നപ്പോൾ എൻ്റെ ബോധം പോയി. കുറേ വവ്വാലും പണ്ടാരും പാറ്റയും കൂറും പല്ലിയും. ഇതാ കുറച്ച് നമുക്ക് കയറാം. എന്നെ പിടിച്ചിട്ട് പോ. എൻ്റെ അമ്മച്ചിയെ കാണുന്നുണ്ടോ? ഉള്ളിലോട്ടും വഴിയുണ്ട്, 4 ദിക്കിലേക്ക് 4 വഴിയാ. ഇങ്ങോട്ടും വഴിയുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ വന്ന് ആർക്ക് വേണേലും ഒളിച്ചിരിക്കാം. പക്ഷെ വവ്വാലും ചൂടും ഓക്സിജന്റെ കുറവൊന്നും കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഓക്സിജന്റെ കുറവ് വരില്ല ഇവിടെ, വെള്ളം ഉള്ളതുകൊണ്ട്. ഇങ്ങോട്ട് പോകണം. കാണുന്നുണ്ടോ? എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോരോ വഴിയുണ്ട്. തിരിച്ചു പോകാൻ കേസ് എനിക്ക് നല്ല പേടിയാന്നിട്ട്. വവ്വാലുണ്ട് നല്ലപ്പോൾ തന്നെ എൻ്റെ ജീവൻ പകുതി പോയി. പക്ഷേ കൊള്ളാം. വയനാട്ടിൽ വരുന്നവർ ഒരിക്കലെങ്കിലും വരുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ. എൻ്റെ അമ്മ ഇവിടെ വേറൊരു പണ്ടാരം. ഇങ്ങനെ ഫുള്ള് ഇതാണ് അവസ്ഥ. എങ്ങോട്ട് തിരിഞ്ഞാലും കുഴി ഓട്ടയും മാത്രം. അപ്പൊ നമുക്ക് തിരിച്ച് എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടാണ്. എതിലെ വേണേലും പോകാം. എത്ര വഴികളാണ്. പക്ഷെ പേടിയായിരിക്കും. ഞങ്ങളെ കൊണ്ടുപോയിട്ട് പാവം ചൂടാണ്. അമ്മക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഗൈസ്, അമ്മ ഇതുവരെ എക്സ്പീരിയൻസ് പറഞ്ഞു തീർന്നിട്ടില്ല, അത്രയ്ക്കുണ്ട്. അപ്പം അടുത്ത ഗുഹ എങ്ങനെയാണോ, ഈ അടുത്തടുത്തായിട്ടാണ് ഈ 9 ഗുഹയുള്ളത്. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. തേയിലയൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ വെള്ളോടത്തേക്ക് ഇങ്ങനെ മരം ഉണ്ടാവും, തണലുള്ളൂ. ബാക്കി എല്ലായിടത്തും പിരിഞ്ഞ വെയിലാണ്. അതുകൊണ്ട് അടുത്തത് ഇപ്പം നമ്മൾ 4 എണ്ണം തോന്നുന്നു. എത്ര കഴിഞ്ഞതുപോലെയുള്ള ബോധമില്ല. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ വരാൻ പോലും. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് കാണാം. നമ്മൾ ഈ ഡെസ്റ്റിനേഷനായപ്പോൾ അമ്മയ്ക്ക് എന്തൊരു സ്റ്റോറി അറിയുന്നുണ്ട് അമ്മേൻ്റെ കുട്ടിക്കാലത്ത്. പറഞ്ഞോ. ഈ ചപ്പിനകത്താണ് ഞങ്ങൾ ഫസ്റ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കൂക്കിയെല്ലാം കണ്ട് മടുത്ത് വന്നിറങ്ങി. ഇവിടെ തൊട്ടടുത്തൊരു ബംബ്ലൂസ് മരം ഉണ്ട്, നല്ല മധുരം കേട്ടോ. ബംബ്ലൂസിനൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുക. മീൻ പിടിച്ച് തോർത്തും കൊണ്ടൊക്കെയാണ് മീൻ പിടിക്കുക. മീൻ പിടിച്ച് കഴിഞ്ഞപ്പം ഇത്ര നീളമുള്ള വലിയ അട്ടയില്ലേ, ആ അട്ട മാമൻ്റെ കാലിൽ കയറി കടിച്ചു കഴിഞ്ഞിട്ട് എന്താ 2-3 ഇത് പോകണ്ടേ, കാറി കൂകി ഇവിടുന്ന് എങ്ങനെയാ ജീവനും കൊണ്ട് ഓടിയെന്ന് വെച്ചാൽ അറിയത്തില്ല. ഞങ്ങൾക്ക് എന്തായാലും മീൻ പിടിക്കാൻ അങ്ങനെ വലിയ ഗുഹ ഉണ്ടതേ ഭാഗ്യം. എന്നാ വീട്ടിലിരുന്ന് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊടിക്കാൻ തീരുമാനിച്ചു. നമ്മളിതാ വൈബാട്ടോ, വൈബാണ്. ആ അമ്മ പറഞ്ഞ സ്ഥലം ഇപ്പോഴും ഉണ്ടെന്നാ തോന്നുന്നത്. വെള്ളത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ മീൻ പിടിച്ചു എന്ന്. അട്ടേനെ കിട്ടിയത് ഇതാ ഈ സ്ഥലമാണ്. വേണ്ട മനുഷ്യൻ അമ്മ ഇറങ്ങുകയാണ്. എങ്ങനെ കയറും? കല്ല് നല്ല അടിപൊളി വെള്ളമാണ് കുടിക്കാൻ. ഒന്നും ഇല്ലാണ്ടാ വന്നേ. ഓ കൊതിയാവാ കഴിച്ച് ഇറങ്ങിച്ചല്ല. ഓ എനിക്കിപ്പൊ കുളിക്കണം. അത് കുറച്ച് കുടിക്കണേ.
ഓ ഈ ചൂടിന് ഇത്രയ്ക്ക് സുഖം. ഗൈസ് ഇവിടുന്ന് മാമ നമുക്കൊരു ഇല മടക്കിയിട്ട് വെള്ളം തരുന്നുണ്ട് കുടിക്കാൻ. ശുദ്ധമായ വെള്ളം ആയതുകൊണ്ട് നമ്മൾ കുടിച്ച് വേറെ രക്ഷയില്ല. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും എത്തിയിട്ടില്ല. വേഗം കുടിക്കി. അയ്യോ എന്റെ പോയി. എങ്ങനെ കുടിക്കുക? അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇതിൽ കൂടിക്കൂടി വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് നമ്മുടെ 9 ഗുഹ കാണാനുള്ള പ്ലാൻ വെട്ടിച്ചുരുക്കി ഇത്ര തന്നെ ആക്കാന്ന്. അമ്മു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഗുഹയൊക്കെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പിന്നെ കുറച്ച് പ്രഷറായിട്ട് തോന്നിയത് ഈ വെയിലാണ്. ഉടുക്കത്ത വെയിൽ, ഉടുക്കത്ത വെയിലൊക്കെ പ്രാഗി പോകും വെയിലില്ല, അത്രയും വെയില, അൺസൈക്കബിൾ ആണ് വെയില്. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗുഹേൻ്റെ ഉള്ളിൽ ഞാൻ കയറിയപ്പോഴുള്ള അവസ്ഥ മാമൻ പറഞ്ഞു. ഞാൻ കരഞ്ഞപ്പോൾ മാമ വിചാരിച്ച് പെട്ടെന്ന് പുരി വന്നത്. അങ്ങനെ തേക്കം തിരിച്ചിറങ്ങി. പിന്നെ ഓരോരുത്തരെ കയറ്റി വിട്ടു. വൈബായിരുന്നു. ചക്ക എറിഞ്ഞു വീഴ്ത്താൻ പോവാണ്. എന്താവോ വീടില്ല. ചക്ക തട്ടി. എന്റെ തട്ടിട്ട് തട്ടിട്ട് ചക്ക വീഴുന്നില്ല. ചക്കയ്ക്ക് ആശയാ. ചക്ക കയ്പത് നേരെ പോവാ. നമ്മളങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഐഡിയ തോന്നി, ഒരു ഗുഹയിലും കൂടെ പോയിട്ട് വരാന്ന്. നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന എന്തായാലും വന്നതല്ലേ, അപ്പൊ നമുക്ക് കണ്ടിട്ടൊക്കെ വരാൻ. അപ്പൊ താഴേക്ക് ഒരു ഗുഹയും കൂടി ഉണ്ടെന്ന് പറയുന്നത്, ഇറങ്ങാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പോയി നോക്കാം. അടുത്ത് ഗൈസ് എന്റെ മോനെ മറ്റത് കണ്ടതേ എന്റെ ഉള്ളതും പോയി, എല്ലാം പോയി, എല്ലാം പറന്നു പോയി. നമ്മൾ അടുത്ത് പറഞ്ഞ ഗുഹ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ഇറങ്ങണ്ടാണ്, നോക്കാം ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൈസ് ആണോന്ന്. ഗൈസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആണ്. ഇപ്പം മാമൻ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഓക്കെ മാമൻ ഇറങ്ങിക്കോളൂ ഗൈസ്. അയ്യോ ഞാനില്ല മാമ, ഇറങ്ങിയിട്ട് കയറാൻ പറ്റിയ അമ്മ. ഞങ്ങൾ ഇവിടെ നോക്കി അമ്മേനെ കാണും താഴേന്ന്. ഇവിടുന്ന് അങ്ങനെ ഫോണ് ഇവിടുന്ന് അങ്ങനെ ഫോണ് ഞങ്ങൾ ഇറങ്ങിയില്ല, പേടി. ഇങ്ങോട്ട് നിൽക്കടാ.
ഞങ്ങൾക്ക് നല്ല പേടിയാണ് ഗൈസ്, അത് ഞങ്ങൾ പോയിട്ടില്ല എന്തായാലും. എൻ്റെ അമ്പോ. How is your experience, Mama? പാവം മടുത്ത് എൻ്റെ അമ്മ കണ്ടു. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ റോട്ടിലേക്ക് എത്തി. നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നട്ടുച്ച സമയം 12 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്. ഞങ്ങൾ റോട്ടിലേക്ക് എത്തി, നേരെ വീട്ടിൽ പോകണം, മടുത്ത്. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.